ലഹരിക്കെതിരെ പേരയത്ത് ജനകീയ കൂട്ടായ്മ റാലിയും പൊതുസമ്മേളനവും നടത്തി. പടപ്പക്കര സെന്റ് സെബാസ്റ്റ്യൻ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് റാലിയും സമ്മേളനവും നടത്തിയത്. പേരയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പടപ്പക്കര സെന്റ് ജോസഫ് പള്ളിയിൽ സമാപിച്ചു. നിഷ്കളങ്കതയുടെയും സുന്ദരമായ സൗഹൃദങ്ങളുടെയും വിളനിലമായി നാം ഒരിക്കൽ ഒത്തുചേർന്നു പോകും. ലഹരിക്കെതിരെ ജനകീയ സമരവുമായി പേരയം നിവാസികൾ ജനകീയ കൂട്ടായ്മ റാലിയും പൊതുസമ്മേളനവും നടത്തി. പടപ്പക്കര സെന്റ് സെബാസ്റ്റ്യൻ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ റാലിയും പൊതുസമ്മേളനവും നടത്തിയത്. പേരയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പടപ്പക്കര സെന്റ് ജോസഫ് പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് നോക്കുകയായിരുന്നു. കുറച്ചു നേരം നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി. വന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതുപോലെയാണ് മയക്കുമരുന്ന്. ഈ പ്രകാശത്തിന്റെ അടുക്കലേക്ക് പോകുന്നത് പോലെയാണ് വിവേകമില്ലാത്ത നമ്മുടെ കുട്ടികൾ മയക്കുമരുന്ന് മാഫിയയുടെ അടുക്കലേക്ക് പോകുന്നത്. നോക്കൂ, ഒന്നുപോലും ഇപ്പൊ കാണാനില്ല. അവിടെ ഇവിടെ ഒന്നും രണ്ടും ഒക്കെ മരിച്ചുപോയി. അതുപോലെയാണ് ഈ മയക്കുമരുന്നിന് രാസലഹരിക്ക് അടിപ്പെടുന്ന കുട്ടികൾ. അവരുടെ ജീവിതത്തിന് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഞാൻ അവിടെ ഇരുന്ന് അത് തന്നെ ആലോചിക്കായിരുന്നു. ഒരുപാട് കണ്ട ഒന്നും ഇപ്പൊ കാണുന്നില്ല. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ജോൺ അധ്യക്ഷത വഹിച്ചു. ലഹരി പദാർത്ഥങ്ങൾ ഇത്രമാത്രം സമൂഹത്തിൽ തിന്മയായി കടന്നു വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് കാരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുമ്പോൾ ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ താൻ അതുവരെ കരുതി വച്ചിരുന്ന ധൈര്യവും ശക്തിയും ഒക്കെ ചോർന്നു പോയി അതിന് ആശ്രയത്വം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്, മയക്കുമരുന്ന് ഒരുവനെ അതിന്റെ അടിമത്തത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കുമരുന്നുകളുടെ ഉപയോഗവും വ്യാപാരവും അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷവസ്തുക്കളെ നാട്ടിൽ നിന്നും മനസ്സിനെയും ശരീരത്തിനെയും കാർന്നു തിന്നുന്നു എന്നും നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇന്ന് ഈ കാൽ വെച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ സങ്കുചിതമായ രാഷ്ട്രീയ കക്ഷി തർക്കങ്ങളൊക്കെ അതിൽ ഭാഗഭാക്കായാൽ തീർച്ചയായും നമ്മൾ ഈ തുടങ്ങിയെടുത്ത് തന്നെ നിന്നു പോകും എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊല്ലം റൂറൽ SP സാബു മാത്യു. നമ്മുടെ കൊല്ലം റൂറൽ ജില്ലയിൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൊല്ലം റൂറൽ ജില്ലയിൽ കഴിഞ്ഞ വർഷം മൊത്തം പിടിച്ച നാർക്കോട്ടിക് കേസുകൾ 282 ആണ്. 2025 ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ ഏതാണ്ട് 320ഓളം ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞു 2 മാസം കൊണ്ട്. എന്തുമാത്രം എഫർട്ടാണ് കഴിഞ്ഞ ഒരു വർഷം പിടിച്ചത് 2 മാസം കൊണ്ട് ഞങ്ങൾ പിടിച്ചെങ്കിൽ എന്തുമാത്രം എഫർട്ടാണ് പോലീസ് ഇതിന്റെ പിന്നിൽ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എക്സൈസുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെയുള്ള കേസുകളുടെ ലിസ്റ്റും ഇവിടെയുള്ള കേസ് ലിസ്റ്റും പ്രതികളുടെ ലിസ്റ്റും കമ്പൈൻ ചെയ്തെടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങളുടെ ഒരു മൂവ്മെന്റ് ഇപ്പോൾ നടക്കുന്നത്. എക്സൈസ് CI കൃഷ്ണകുമാർ. ഇതൊരു ആദ്യത്തെ ജനകീയ കൂട്ടായ്മയാണ് ഇവിടെ ആരംഭിച്ചത്. അതിനിവിടുത്തെ ഇതിന് സംഘടിപ്പിച്ച എല്ലാവരോടും നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ നന്ദി ആദ്യമേ അറിയിച്ചു കൊള്ളുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛനും നമ്മുടെ ബഹുമാന്യ MLAയും എല്ലാവരും സാബു സാറും എല്ലാവരും വളരെ കാര്യമായി ഇതിന്റെ നിയമവശങ്ങളും ഇതിന്റെ എല്ലാ കാര്യങ്ങളും പ്രസംഗിച്ചു കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം C ബാൾഡുവിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ. കഞ്ചാവിൻ്റെ ചെടിയെന്ന് പറയുന്നത് ചൈനയിലാണ് ആദ്യം കാണുന്നത്. ഒരുപക്ഷെ മറ്റുള്ളിടത്തും ഉണ്ടായിരിക്കാം. ചൈനക്കാർ അതിവിദഗ്ധരാണല്ലോ എല്ലാം കണ്ടുപിടിക്കുന്നതിന്. അതിൽ നിന്ന് അതിൻ്റെ നാരുകൾ ആദ്യം കപ്പലുണ്ടാക്കാനും തുണി നെയ്ത്തിനും ടെക്സ്റ്റൈൽ ഉപയോഗത്തിനുമാണ് ആദ്യം എടുത്തിരുന്നത്, മരുന്നിനും എടുത്തിരുന്നു. പക്ഷെ അതിൻ്റെ ദുരുപയോഗത്തിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും ആപത്തുകളിലേക്ക് അത് കടന്നു വന്നതെന്നുള്ളത്. മനുഷ്യന് എന്ത് കിട്ടിയാലും അതിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമാണ്. ബെനഡിക്ട് പ്രസാദ്, റേച്ചൽ ജോൺസൺ, ജൂലിയറ്റ് നെൽസൺ, A ഗ്രേഷ്യസ്, D സുരേഷ് കുമാർ, J ഷാഫി, ഷേർലി, സ്റ്റാഫോർഡ്, Y ചെറുപുഷ്പം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.